ഫസ്റ്റ് ബാച്ച് കാരഡേറ്റ്സ് കേക്ക് ബേക്ക് ആവാനായിട്ട് വെച്ചേക്കാണ്. ഇത് 5 എണ്ണമാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഒരെണ്ണം താഴെ ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഓവനിൽ വെച്ചേക്കണേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു കേക്കൊക്കെ ബേക്കായിട്ട് ഇവിടെ നന്നായിട്ട് കൂളാവാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ പ്ലം കേക്കും ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഈ തവണ കഴിഞ്ഞ പ്രാവശ്യത്തേനേലും പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കുറച്ച് കൂടുതൽ ഞാൻ എടുത്തായിരുന്നു. കാരണം നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ അത്യാവശ്യം കുറച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കേക്കിന് വേണ്ടി വാങ്ങിച്ച നട്ട്സും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുവിധം തീരാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്തായിരുന്നു പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കും ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം പിന്നെ ഇങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ബാക്കി നമുക്ക് ഉണ്ടായിരുന്ന കുറച്ച് കാരഡേറ്റ്സ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ക്യാരറ്റ് നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ കേക്കിലേക്ക് ആഡ് ചെയ്തിരുന്നത്. കുറച്ചധികം ദിവസം ഇരിക്കേണ്ടതൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ബാറ്ററും കൂടി നമ്മൾ റെഡിയാക്കി കേട്ടോ. കംപ്ലീറ്റ് നമ്മളുടെ ഈ കാരഡേറ്റ്സ് കേക്കിൻ്റെയും പ്ലം കേക്കിൻ്റെയും എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് ബാക്കി കേക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതേ ഫസ്റ്റ് ഒരു ബാച്ച് നമ്മൾ ചെയ്ത് എല്ലാവരും നന്നായിട്ട് കൂളാവാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കേക്ക് നന്നായിട്ട് തുറന്നു വെച്ചാലാണ് നമുക്ക് നന്നായി തണുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വർക്കൊക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയതിന് ശേഷം നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനുള്ള ഓർഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം ബൾക്കായിട്ട് തന്നെ സ്പഞ്ച് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഒരു ബാച്ച് റെഡിയാക്കി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ബൾക്കായിട്ട് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. കഴിഞ്ഞ നമ്മളുടെ വീഡിയോയിൽ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ മെസ്സേജ് നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ വേറെ കുറേ ഡൗട്ട്സ് വന്നിട്ടുണ്ടായിരുന്നത് പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കും എത്ര റേറ്റിനാണ് കൊടുക്കുക, അല്ലെങ്കിൽ പീസ് ഓർഡർ ചെയ്യുമ്പോൾ എത്ര റേറ്റ് ഇടാം എന്നൊക്കെയായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ കാരഡേറ്റ്സ് കേക്കിൻ്റെ റേറ്റ് 450 തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. 1 kg 450, അര കിലോന് 230 റേറ്റ് ഇട്ടിട്ടുണ്ടായത് കേട്ടോ. പിന്നെ പ്ലം കേക്ക് നോർമൽ പ്ലം കേക്ക് അത് ബട്ടറും മാർജറിനും കൂടി മിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ ചെയ്തതിന് 450 രൂപയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ബട്ടർ മാത്രമായിട്ടും അതുപോലെ മാർജറിൻ മാത്രമായിട്ട് ഇടുമ്പോഴും ഒക്കെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഫിക്സ്ഡ് ആയിട്ട് ഒരു റേറ്റ് പറയാത്തത്. പിന്നെ നമ്മളുടെ ആ ഒരു ലൊക്കേഷൻ്റെ ഇതൊക്കെ അനുസരിച്ച് ഇപ്പോൾ ഒരു ടൗൺ ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കൂടുതൽ വാങ്ങിക്കാം. കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു നാട്ടുമ്പുറം പോലെയുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റ് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ നമ്മളുടെ കാരഡേറ്റ്സ് കേക്കും അതുപോലെ തന്നെ പ്ലം കേക്കൊക്കെ ബേക്കായി. അപ്പോൾ വെക്കാൻ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് ഓവൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ കേക്കൊക്കെ നന്നായി തണുക്കുന്ന ടൈം കൊണ്ട് ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന കാരഡേറ്റ്സ് കേക്കൊക്കെ നന്നായി തണുത്തതൊന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കേക്കിന് വേണ്ടിയിട്ടുള്ള ബോക്സസ് ഞങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ ബൾക്ക് ഓർഡറും ഇതുപോലെ കുറേ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ വീട്ടിലുള്ളവരെയും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പണി വേഗം കഴിയും, അവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ബോക്സൊക്കെ പാക്ക് ചെയ്യണ നേരത്ത് അവരെയും കൂടി വിളിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ച പ്ലം കേക്കിൻ്റെയും കാരഡേറ്റ്സ് കേക്കിൻ്റെ ബോക്സസും ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓർഡർ ഞാൻ അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ക്രീം കേക്കുകളാണ്. അപ്പോൾ പ്ലം കേക്കും കാരഡേറ്റ്സ് കേക്കും കൂടാതെ ഇതുപോലെയുള്ള ക്രീം കേക്കുകളും ഇതിനിടയിൽ ഉണ്ടായിട്ടോ. പിന്നെ കോമൺ ആയിട്ടും ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ കേക്കിനും ഒരു വൈറ്റ് ഗ്രീൻ റെഡ് കളർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം ഞാനും ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു കേക്ക് നമുക്ക് രാവിലെ തന്നെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. ഈ തവണ കഴിഞ്ഞ തവണത്തേലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ബോക്സുകളൊക്കെ കേക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഞാനും ആ ഒരു റെഡ് ക്രിസ്മസ് തീമിലുള്ള ബോക്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1/2 kg 8 കാരഡേറ്റ്സ് കേക്കാണ് കേട്ടോ. അതെൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു. ഈ കേക്കും ഒരു ഹോസ്പിറ്റലിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ചെയ്തതായിരുന്നു. അപ്പം നമ്മളുടെ ക്രീം കേക്കുകളുടെ പണിയൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ബാക്കിയുള്ള കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. ഇതിൽ 2 കേക്ക് കാരഡേറ്റ്സ് കേക്കും ബാക്കി 2 എണ്ണത്തിൽ ഒരെണ്ണം ഫ്രഷ് പൈനാപ്പിൾ കേക്കും ബാക്കി ഒരെണ്ണം നോർമൽ ടീ കേക്കും ആയിരുന്നു. അപ്പോൾ നമ്മളുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള ചേച്ചി ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കാരഡേറ്റ്സ് കേക്കിൻ്റെ ബോക്സിലാണ് 2 കേക്ക് പാക്ക് ചെയ്തത്. കാരണം സെപ്പറേറ്റ് വേറെ ബോക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല കേട്ടോ അതിന് വേണ്ടിയിട്ട്. ഇനിയുള്ള കേക്കുകളെല്ലാം 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് കൊടുക്കാനുണ്ടായതായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഓർഡേഴ്സ് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചെങ്കിലും നമ്മളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര് നമ്മൾക്ക് വിളിച്ചിട്ട് കേക്ക് ഓർഡേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഓർഡേഴ്സ് ഒന്നും തന്നെ ക്യാൻസൽ ചെയ്യാനും പറ്റിയില്ല കേട്ടോ. ക്രിസ്മസ്
ക്രിസ്മസ് ആകുമ്പോൾ നമ്മൾ ക്രിസ്ത്യൻസിനും അതൊരു ആഘോഷമല്ലേ. അപ്പോൾ പിന്നെ ഓർഡേഴ്സൊക്കെ എടുത്ത് അതിൻ്റെ പുറകെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തായാലും അതിന് മനസ്സ് തോന്നിയില്ല. അങ്ങനെ നമ്മൾക്ക് വന്ന എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്രിസ്മസ് കേക്കായിരുന്നു. അതിൻ്റെ സെൻറ്ററിലത് നമ്മൾ സ്റ്റിക്കറാണ്, എഡിബിൾ ആയിട്ടുള്ളതല്ല കേട്ടോ, നോൺ എഡിബിൾ ആയിട്ടുള്ള സ്റ്റിക്കറായിരുന്നു. അങ്ങനെ അതൊക്കെ വെച്ച് നമ്മൾ കേക്കിൻ്റെ വർക്കൊന്ന് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്ന കേക്കാണ്. അത്യാവശ്യം നമ്മൾ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ കുറച്ചെണ്ണം മാത്രമാണ് നമ്മൾ ഡെലിവറി ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും നമ്മൾ പിക്കപ്പ് ഓർഡേഴ്സ് തന്നെയായിരുന്നു. കാരണം തിരക്കിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഡെലിവറി പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ കാരഡൈസ് കേക്കും പ്ലം കേക്കും എല്ലാം കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടാണ് വാങ്ങിച്ചത്. ഡെലിവറി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓർഡേഴ്സ് മാത്രമാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അവർ വീട്ടിലേക്ക് ഈവനിങ്ങിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അവിടെ ചെന്ന് കട്ട് ചെയ്യാനായിട്ട് ഒരു 1/2 kg ചോക്ലേറ്റ് കേക്കും 1/2 kg വൈറ്റ് ഫോറസ്റ്റുമാണ് ഓർഡർ തന്നിട്ടുണ്ടായത്. അതിന് കൂടെ തന്നെ നമ്മൾക്കൊരു ബർത്ത്ഡേ കേക്കും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ വേറെ ഉണ്ടായിരുന്നത് കാരണം കുറച്ച് പണിയൊക്കെ ചേട്ടൻ ഏൽപ്പിച്ചിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചേട്ടന് പുൽക്കൂടൊക്കെ റെഡിയാക്കാനുള്ളത് കാരണം അധികം പണിയൊന്നും ഏൽപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ കുറേ അധികം ഐഡിയാസൊക്കെ ആയിട്ടാണ് ഇരുന്നതെങ്കിലും ഒരുപാടൊന്നും അങ്ങോട്ട് ചെയ്യാനും പറ്റിയില്ല. കാരണം അതിനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. കേക്കിൻ്റെ ഡെലിവറിയും അതുപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യലും എല്ലാം കൂടി ആയപ്പോഴേക്കും മൊത്തത്തിൽ അങ്ങ് തിരക്കായിപ്പോയി. എന്നാലും നല്ല അടിപൊളിയായിട്ട് നമ്മൾ കൂടൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഈ വർഷത്തെ നമ്മളുടെ പുൽക്കൂട്. അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് ചെയ്യാനായിട്ട്. അവരതൊക്കെ ചെയ്യുന്ന ടൈമിലും നമ്മൾ ഇതേ കേക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് 1 kg കേക്കായിരുന്നു. നമ്മളുടെ കസിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അവരെല്ലാ വർഷവും നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ കേക്ക് കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ രണ്ടും ഒരേ മോഡൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾക്ക് വന്ന കോമൺ ആയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു. അതും കുറേ പേര് വാട്സപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. എന്നാലാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു കേട്ടോ. ഈവനിങ്ങിലേക്ക് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്ത വെഡ്ഡിങ് കേക്ക് ആയിരുന്നു. ഇതൊരു ഇവൻറ്റിൻ്റെ വർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫിക്സ്ഡ് റേറ്റിലായിരിക്കും ആ ഒരു വർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു 1/2 kg ന്യൂട്ടല്ല കേക്ക് ഉണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് കേക്കും കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഡെലിവറി ചെയ്തു. അതുപോലെ തന്നെ പിക്കപ്പ് ഓർഡേഴ്സ് ഉള്ളതെല്ലാം കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് കാരഡേറ്റ്സ് കേക്കിൻ്റെ ഓർഡേഴ്സ് വന്നതും കൂടി നമ്മളൊന്ന് ഫിനിഷ് ആക്കി വെക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതും നമ്മൾ ചെയ്ത് ബേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോഴും അങ്ങനെയുള്ള ഷോപ്പിൽ ഉണ്ടാകുള്ളൂ എന്നാണ് കേട്ടത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറാണ്. അത് എണ്ണത്തിനല്ല നമ്മൾ വാങ്ങിക്കുന്നത്, തൂക്കിയാണ് വാങ്ങിക്കുന്നത്. തീരെ ചെറിയ സൈസ് മുതൽ അത്യാവശ്യം വലിപ്പമുള്ള സൈസ് വരെ അവൈലബിൾ ആണ്. പിന്നെ ആ ഒരു കവർ വാങ്ങിക്കുമ്പോൾ നമ്മൾ 1/2 kg 1 kg ഏത് സൈസ് ടിന്നിലാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ആ ഒരു സൈസ് അനുസരിച്ച് വാങ്ങിക്കാം. ഈ കേക്കുകളെല്ലാം നമുക്ക് 25th ഉണ്ടായിരുന്ന കേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കേക്കൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ റെഡിയാക്കി കുറച്ച് വേറെ നമ്മൾ കൊടുത്തു. കാരണം ഫ്രിഡ്ജിൽ കുറച്ച് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഡെലിവറി ചെയ്തു. ബാക്കി കേക്കുകളൊക്കെ 25th തന്നെയാണ് കേട്ടോ ചെയ്തത്. അതിന് കേക്കിൻ്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തു. പിന്നെ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ക്രിസ്മസിൻ്റെ അന്ന് നല്ല വെള്ളയപ്പവും ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഡെക്കറേഷൻസും കേക്ക് ഓർഡേഴ്സൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.